Good morning, all. Good morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കും. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ബിജു കെ മാത്യു സാറാണ്. സാറ് സൈക്കോളജിസ്റ്റ് ആണ്, ഫാമിലി ആൻഡ് കപ്പിൾ കൗൺസിലർ ആണ്, ഓൺടർപ്രന്യൂവർ ആണ്. സർ ആദ്യമായിട്ടാണ് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത്. സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം സർ. താങ്ക് യു സജിന മാം. ഓക്കെ, എല്ലാവർക്കും ഇവിടെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന വെമ്പിൾ അക്കാദമിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തനാക്കിയ വെമ്പിൾ അക്കാദമിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. നല്ല ഒരു പ്രഭാതം, വളരെ കാം പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രഭാതമാണ്. നമ്മൾ ഇന്നിവിടെ വിവാഹ ഹണിമൂണിന് ശേഷമുള്ള പ്രണയം അത് എങ്ങനെ ഏഴഴക് മഴവില്ല് വിരിയിക്കും എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഴവില്ല് പ്രകൃതിയുടെ അതിമനോഹാരിതയാണ്, 7 വർണ്ണങ്ങളാണ് അല്ലേ? അപ്പൊ ആ 7 വർണ്ണങ്ങള് ഫാമിലി തെറാപ്പിയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആളാണ് ജോൺ ഗോട്ട്മാൻ, ഡോക്ടർ ജോൺ ഗോട്ട്മാൻ. അദ്ദേഹത്തിന്റെ 7 പ്രിൻസിപ്പിൾസ് ഫോർ ഫാമിലി കപ്പിൾസ് വർക്ക് എന്ന ബുക്ക് 1999 പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ 7 പ്രിൻസിപ്പിള് ഞാനിവിടെ മഴവില്ലിന്റെ 7 വർണ്ണങ്ങളുമായി കൂട്ടിച്ചേർത്ത് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വിചാരിക്കുന്നു. എങ്ങനെ ദമ്പതികൾക്കിടയിൽ പ്രണയം ഉണ്ടാവണം അല്ലെങ്കിൽ പ്രണയം നിലനിർത്താം എന്നതിനെ പറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ഒരു ഗുണം പറയാൻ കഴിയും? നിങ്ങൾ ശ്രദ്ധിച്ച, നിങ്ങൾ കണ്ടുപിടിച്ച ഒരു ഗുണം, പ്ലീസ്. ഓക്കെ, അപ്പൊ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പങ്കാളികൾക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഗുണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ പ്രാധാന്യം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മഴവില്ലിന്റെ വിബ്ജിയോർ എന്ന നിറത്തിൽ നിന്നും നമ്മൾ വയലറ്റ് എന്ന ആദ്യത്തെ നിറം എടുക്കുന്നു. ആ വയലറ്റ് നിറം ഗോട്ട്മാന്റെ ലവ് മാപ്പ് എന്ന പ്രിൻസിപ്പിളുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിന്റെ പ്രിൻസിപ്പിളാണ് പങ്കാളിയുടെ ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മൾ പങ്കാളി എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്, പങ്കാളിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെയാണ് പങ്കാളികളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലം, സുഹൃത്തുക്കള്, ബന്ധുക്കൾ, പങ്കാളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇതിനെ പറ്റിയൊക്കെയുള്ള നമ്മളുടെ അറിവ്. അപ്പൊ വയലറ്റ് ചക്കായോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അറിവ്, നമ്മൾ എത്രത്തോളം പങ്കാളിയെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ട് എന്നതാണ് നമ്മൾ. ഹലോ, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. നൗ ഇറ്റ് ഈസ് ഫൈൻ. ഇടയ്ക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ പങ്കാളിയെ പറ്റി നമുക്കുള്ള അറിവാണ് നമ്മൾ ഈ ബിൽഡ് ലവ് മാപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ രമേഷ് പിഷാരടി മുമ്പൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. അത് കുറച്ചു മുന്നേ കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഒന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രമേഷ് പിഷാരടി ഒരു ടോക്കിൽ അല്ലെങ്കിൽ ഒരു ഷോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഭയങ്കര കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് കണക്കാക്കിയിരുന്നു.
പക്ഷെ അദ്ദേഹത്തിന് അത് അത്ര തോന്നിയില്ല. കാരണം ഈ നമ്മൾ വളരെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വല്ല പാറ്റയോ പല്ലിയോ ഉണ്ടെങ്കിൽ പോലും കാണില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പങ്കാളിയുടെ ഇഷ്ടത്തിന് വേണ്ടി രമേഷ് പിഷാരടി അന്ന് കാൻഡിലേറ്റ് ഡിന്നറിന് പോയി. അപ്പൊ അത് അവരുടെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ട്, അതേപോലെ നമ്മുടെ പങ്കാളിയുടെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് ലവ് മാപ്പ് അല്ലെങ്കിൽ നമ്മളെ മഴവില്ല് കുടുംബത്തിൽ വിരിയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മഴവിൽ അഴകിന്റെ ആദ്യത്തെ വയലറ്റ്. രണ്ടാമത്തെ നിറം ഇൻഡിഗോയാണ്. അപ്പൊ ഇൻഡിഗോ എന്നുള്ളത് ഷെയർഡ് ഫോണ്ട്നെസ് ആൻഡ് അഡ്മിറേഷൻ എന്നുള്ള ഗോട്ട്മാൻ തത്വവുമായിട്ടാണ് ഞാനിവിടെ ക്ലബ് ചെയ്യുന്നത്. അപ്പൊ പങ്കാളിയോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഗോട്ട്മാൻ ഈ തത്വത്തിൽ പറയുന്നത്. പങ്കാളിയുടെ നല്ല ഗുണങ്ങൾ ഓർത്തെടുക്കുകയും അതിങ്ങനെ ഇടയ്ക്കൊന്ന് പറയുക, ഇടയ്ക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് അതിലെ കാര്യം. അപ്പൊ ഈ ഇൻഡിഗോ എന്നത് അന്തസ്സിന്റെ നിറമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ പങ്കാളിയുടെ പോരായ്മകൾക്ക് പകരം നമ്മൾ അവരുടെ കഴിവുകളും ഗുണങ്ങളും അഭിനന്ദിക്കുക. നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നിടത്ത് നമുക്ക് മഴവില്ല് വിരിയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം പ്രണയം ശാരീരികമല്ല എന്നാണ് പറയുന്നത്. അത് രണ്ട് മനസ്സുകളുടെ അടുപ്പമാണ്. അപ്പൊ ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഒരു അടുപ്പം ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോയതായിട്ട് തോന്നുകയും പിന്നീട് നമുക്കത് റിക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യുന്നിടത്ത് നമുക്ക് ആ ജീവിതത്തിൽ മഴവില്ല് കൊണ്ടുവരാൻ കഴിയും, ഇല്ലേ? പങ്കാളി ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ പങ്കാളികളുടെ അടുത്ത് ചെന്ന് അവർക്ക് അവരുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞ് ഒന്ന് പുകഴ്ത്താൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് നീല വിബ്ജിയോറിലെ നീല നിറമാണ്. അതിൽ ഗോട്ട്മാൻ പ്രിൻസിപ്പിൾ വരുന്നത് ടേൺ ടുവാർഡ് ഇൻസ്റ്റെഡ് ഓഫ് എവേ എന്നാണ്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിള് ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. അപ്പൊ നീല നിറം എന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒത്തുചേരലിന്റെയും നിറമാണ്. അപ്പം സമുദ്രത്തിന് നിറം നീലയാണ്, ശാന്തസമുദ്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ അപ്പം പങ്കാളിയുടെ തമാശ പറയുകയോ അല്ലെ നമ്മളെ നോക്കി ചിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഫോണാണ്. ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മുടെ പങ്കാളിയോട് അവർ പറയുന്നത് ശ്രദ്ധിക്കാനും അത് താല്പര്യത്തോടെ കേൾക്കാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ മഴവില്ല് അഴകി. അപ്പൊ പങ്കാളി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും ചിലപ്പോൾ. ഇപ്പൊ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോക്കി അവിടെ ഇരുന്ന് അത് കഴിച്ചിട്ട് പോകും. അപ്പൊ അത് കഴിച്ചു നന്നായി എന്ന് പറയാൻ ഒരു അപ്രീസിയേഷൻ ചിലപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അത് കേൾക്കാൻ പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു വലിയ നിരാശയായിരിക്കും ഉണ്ടാവുക. അപ്പൊ വീണ്ടും അത് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അതേസമയം നമ്മളത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട്, ഈ സ്നേഹം എന്നുള്ളത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ ഇന്റേണൽ റെയിൻബോ സൃഷ്ടിക്കാൻ കഴിയുക. ശരിയല്ലേ? ഓക്കെ. അടുത്ത നാലാമത്തെ നിറം എന്നുള്ളത് ഗ്രീൻ ആണ്. അപ്പം ലെറ്റ് യുവർ പാർട്ട്ണർ ഇൻഫ്ലുവൻസ് യു എന്നാണ് ഗ്രീനിന്റെ ഗോട്ട്മാൻ പ്രിൻസിപ്പിൾ. അപ്പൊ അതായത് അധികാര പങ്കാളിത്തം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പച്ചനിറം വളർച്ചയുടെയും സമതുലിതാവസ്ഥയുടെയും സന്തുലിതാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ നമ്മൾ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് കൂടി ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വില കൊടുക്കുക. ഞാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും നമ്മൾ തീരുമാനിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരിക, ചോദിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കാനും സ്വീകരിക്കാനും മടിക്കാതിരിക്കുക എന്നുള്ളതാണ്.
പൊതുവെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും വീട്ടിലെ ഏണിംഗ് മെമ്പർ ആയിരിക്കും. അത് പുരുഷനാവാം സ്ത്രീയാവാം. അപ്പൊ അത് മാറ്റി ആ അടുത്ത മറ്റേ ആളെ കൂടി പങ്കാളിയെ കൂടെ കൂട്ടുക. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ചല്ലാതെ പങ്കാളിയുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുമ്പോൾ അവിടെ ഒരു ഹാർമണി അല്ലെങ്കിൽ അവിടെ ഒരു മഴവില്ല് വിരിയുന്നു. ശരിയില്ല. ഇപ്പോ നമ്മൾ മമ്മൂട്ടി, മഹാനായ നടൻ മമ്മൂട്ടി, അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹം സെറ്റിലുള്ള സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴും ഭാര്യയുമായിട്ട് സംവദിക്കുകയാണ് ചെയ്യുക. ഏത് സമയത്ത് ഫ്രീ കിട്ടിയാലും അപ്പോൾ ഫോൺ എടുത്തിട്ട് ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു വക്കീലായിരുന്ന സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പം ഒരു പിന്നെ സ്റ്റക്കായി. കേക്കത്തില്ല കേട്ടോ. വക്കീലിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ കോടതി പിരിഞ്ഞു കഴിഞ്ഞു പോയി. അയാൾ പിന്നീട് സിനിമാ നടനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആഴ്ചകളോളം ചിലപ്പോൾ പുറത്ത് ഷൂട്ടിംഗ് ആയിട്ട് ആവാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ബോധപൂർവമായ ശ്രമം തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്കിപ്പോ ചിലപ്പോൾ മമ്മൂട്ടിയുടെ അർത്ഥം നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും പരമാവധി ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഈ ഒരു മഴവില്ല് സൃഷ്ടിക്കാൻ കഴിയുന്നു. അവരത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അതൊരു മാതൃകയാണ്, ശരിക്കും ഒരു നല്ല മാതൃകയാണ് മമ്മൂട്ടിയെ കാണിച്ചിരിക്കുന്നത്. ഇനി 5ാമത്തെ നിറം നമ്മൾ മഴവില്ലിന്റെ നിറം മഞ്ഞ. അതിന്റെ ഗോട്ട്മാൻ പ്രിൻസിപ്പിൾ വരുന്നത് സോൾവബിൾ പ്രോബ്ലംസ്. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുക എന്നുള്ളത്. അതിന്റെ പ്രിൻസിപ്പിള് മാന്യമായ ആശയവിനിമയം എന്നുള്ളതാണ്. അതായത് മാക്സിമം കമ്മ്യൂണിക്കേഷൻ. മഞ്ഞനിറം പ്രസന്നത നൽകുന്നതാണ്. വഴക്കുകൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു പോസ് കൊടുക്കുക, ശാന്തമായിട്ട് തുടങ്ങുക, എന്തെങ്കിലും ബോധപൂർവം. എപ്പോഴും നമ്മൾ ബോധപൂർവം അതിനെ കണക്കാക്കണം. നമ്മളെ ഇമോഷൻസ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഇന്റേണൽ റെയിൻബോ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ കുറ്റപ്പെടുത്തി കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഈ ഐ സ്റ്റേറ്റ്മെന്റ് മാറ്റിവെക്കുക എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. നീ എന്നെ സങ്കടപ്പെടുത്തി എന്ന് പറയുന്നതിന് പകരം നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എന്ന് നമുക്ക് പറയാം. കുറച്ച് മയപ്പെടുത്തി സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നീ എപ്പോഴും വൈകി വരുന്നു, ഭാര്യ പറയുന്നു, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നു, എപ്പോഴും വൈകി വരുന്നു എന്നതുകൊണ്ട് ഈ വൈകുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ പറയാൻ കഴിയുന്നത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു റെയിൻബോ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ 6ാമത്തെ നിറം ഓറഞ്ച് എന്നുള്ളത് ഗോട്ട്മാൻ പ്രിൻസിപ്പിളിലെ ഓവർകം ഗ്രിഡ് ലോക്ക് എന്നാണ്. അതിന്റെ പ്രിൻസിപ്പിള് വിട്ടുവീഴ്ചയില്ലാതെ തർക്കങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. ഓറഞ്ച് നിറം ഊർജത്തിന്റെയും മാറ്റത്തിന്റെയും ഒക്കെ നിറമാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പം പങ്കാളികൾ തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെ രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് തർക്കിക്കുന്നതിന് പകരം അവരുടെ കാര്യങ്ങൾ നമ്മൾ മറ്റേ പങ്കാളിയുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അതുമായിട്ട് താതാത്മ്യപ്പെടാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പൊ പ്രശ്നത്തെ നമ്മളൊരു പങ്കാളികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മറ്റേയാളെ പേരിൽ ആരോപിക്കാതെ പ്രശ്നത്തെ പങ്കാളികൾ രണ്ടുപേരും കൂടി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പ്രശ്നം ഒരു ഭാഗത്തും പങ്കാളികൾ മറ്റു ഭാഗത്തും ആയിരുന്നിട്ട് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. പ്രശ്നം അമ്മായിമ്മയാണെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അതൊരു എന്താ പറയുക, ഒരു മാനേജ്മെന്റ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ തർക്ക വിഷയങ്ങളിലേക്ക് സംസാരിക്കുമ്പോൾ ഒന്ന് പരസ്പരം കൈകോർത്ത് പിടിച്ചു നിന്ന് സംസാരിച്ചു നോക്കൂ. ഒരു സ്പർശനം പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു മഴവില്ല് പിടിയിക്കാൻ കാരണമാകും. ഇനി 7ാമത്തെ നിറം ജിയോറിലെ അവസാനത്തെ നിറം റെഡാണ്. അതിന്റെ ഗോട്ട്മാൻ പ്രിൻസിപ്പിള് ക്രിയേറ്റ് ഷെയർഡ് മീനിങ് എന്നാണ്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ വരുന്നത് ഒരുമിച്ച് ഒരു ലോകം പണിയുക എന്നാണ്. അപ്പം ഈ ചുവപ്പ് നിറം സ്നേഹത്തിന്റെ, അർപ്പണബോധത്തിന്റെ ഒക്കെ നിറമാണ്.
അപ്പൊ ദമ്പതികൾക്ക് മാത്രമായിട്ടുള്ള ചില ചിട്ടകള്, ചില ശീലങ്ങള് ഇത്യാദികളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പം ഭാവിയിലേക്കുള്ള ചില ലക്ഷ്യങ്ങൾ എന്തുവാ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, ചില റിച്വൽസ്, അല്ലെങ്കിൽ ഇപ്പം എല്ലാ ആഴ്ചയും ഒന്ന് പുറത്തു പോയി ഒന്ന് ചിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊരു യാത്ര പോവുക, അല്ലെങ്കിൽ വർഷത്തിലൊന്ന് വിദേശ യാത്ര പോവുക, ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇനി അടുത്ത ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആലോചിക്കുക. ഇപ്പൊ എനിക്ക് എൻ്റെ വൈഫ് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളെ പറ്റി പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അടുത്ത കൊല്ലം അവിടെ ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ഗ്രോത്ത്, എപ്പോഴും ഗ്രോത്തിലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഗോട്ട്മാന്റെ 7 പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ മഴവില്ലിന്റെ 7 നിറങ്ങളും കൂടി ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു മഴവില്ല് സൃഷ്ടിക്കാം എന്നത്. അപ്പൊ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. നമ്മളെ ജോൺ ഗോട്ട്മാന്റെ തന്നെ 4 ഹോഴ്സ്മെൻ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയുണ്ട്. അതായത് നമ്മൾ മഴവില്ലിനെ മറയ്ക്കുന്ന ഒരു 4 കാർമേഘങ്ങൾ: ക്രിറ്റിസിസം, ഡിഫെൻസീവ്നെസ്. അത് ഗോട്ട്മാന്റെ ആ കാർമേഘങ്ങളെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഒരു നല്ല മഴവില്ല് ദാമ്പത്യ ജീവിതത്തിൽ വിരിയിക്കാം എന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പൊ നമ്മളിവിടെ ഇന്ന് പറഞ്ഞത് മഴവില്ലഴക് എങ്ങനെ കുടുംബത്തിൽ വിരിയിക്കാമെന്നാണ്. ഫസ്റ്റ് വയലറ്റ് ആണ്. അത് ലവ് മാപ്പ് എങ്ങനെ സൃഷ്ടിക്കാമെന്നാണ്. സെക്കൻഡ് ഇൻഡിഗോ, തേർഡ് ഫോൺനെസ് ആൻഡ് അഡ്മിറേഷൻ ആണ്. തേർഡ് വൺ ബ്ലൂ, ടേൺ ടുവാർഡ് ഇൻസ്റ്റെഡ് ഓഫ് എബേ. 4-മത്തത് ഗ്രീൻ ആണ്, ലെറ്റ് യുവർ പാർട്ട്ണർ ഇൻഫ്ലുവൻസ് യു. 5-മത്തത് യെല്ലോ ആണ്, ദ കളറ്. അതിന്റെ പ്രിൻസിപ്പിൾ സോൾവ് ദ സോൾവബിൾ പ്രോബ്ലംസ് ആണ്. 6-മത്തത് ഓറഞ്ച് ആണ്, ഓവർകം ഗ്രിഡ് ലോക്ക്. എങ്ങനെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമെന്നാണ്. 7-മത്തത് റെഡ് ആണ്, ക്രിയേറ്റ് ഷെയർഡ്, പങ്കിട്ട. അപ്പൊ ലവ് ഈസ് നോട്ട് സംതിങ് യു ഫൈൻഡ്, ലവ് ഈസ് സംതിങ് യു ബിൽഡ് എന്നാണ് പറയുന്നത്. വിവാഹശേഷം പ്രണയം എന്നത് ശാരീരികമായ ഒരു കാര്യമല്ല, അത് മാനസിക ഐക്യമാണ്. അത് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെയാണ്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ടേം അടച്ചെങ്കിൽ, അതിന്റെ ഓരോ തവണകൾ നമ്മൾ അടച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഫുൾഫിൽ ചെയ്ത് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ജീവിതവും. നമ്മൾ ആ സ്നേഹം, പ്രണയം അത് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും അത് ഇന്റൻഷനലി ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ മിഗ്നൻ മക്ലോഗൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരിയുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിജയകരമായ ഒരു ദാമ്പത്യത്തിന് ഒരു വ്യക്തിയോട് നമ്മൾ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ പല പ്രാവശ്യം പ്രണയിക്കേണ്ടതുണ്ട് എന്നാണ്. കാരണം ഈ പ്രണയം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും നല്ല പ്രണയാതുരമായ ഒരു ദാമ്പത്യ ജീവിതം, ഒരു പങ്കാളിത്ത ജീവിതം, ഞങ്ങൾ കുടുംബത്തിൽ പ്രണയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗവൺമെന്റ് ലവ് പ്രിൻസിപ്പിൾസ് വളരെ നല്ലതായിട്ട് തന്നെ അത് എല്ലാവരിലേക്കും എത്തിച്ചു. അത് എൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് അത് 7 വർണ്ണങ്ങളുമായിട്ട്, മഴവില്ലിന്റെ 7 വർണ്ണങ്ങളുമായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ അന്നേരം പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കൂടുതൽ ഒന്ന് നമുക്ക് ശരിക്കും അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതേ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ അത് ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. വെരി ഗുഡ്. പിന്നെ ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഇത് ഇടയ്ക്ക് വിട്ടുപോകും തീർച്ചയായിട്ടും. സോ യു റിയലി ഹാവ് ടു വർക്ക് അറ്റ് യുവർ മാരേജ്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ
ഗോട്ട്മാൻ 40 വർഷത്തെ പുള്ളിയുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന സംഭവങ്ങളാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 7 പ്രിൻസിപ്പിൾസ് കൂടാതെ മറ്റേ 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ, കോണ്ടംപ്റ്റ്, ക്രിറ്റിസിസം, പിന്നെ പിന്നെന്തായിരുന്നു, സ്റ്റോൺ വാളിങ്, ഡിഫെൻസീവ്നെസ്സും സ്റ്റോൺ വാളിങ്ങും. ഈ 4 കാര്യങ്ങള് യെസ്. അപ്പൊ ഈ 4 കാര്യങ്ങള് ഡെഫിനറ്റ്ലി ഇതുണ്ടാവും. അത് ഇല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് ഈ ഒരു 7 പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് മറ്റേ ഈ 4 ഹോഴ്സ്മെന്റിനെ മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ ആവശ്യം തന്നെയാണ്. കാരണം പുള്ളി പറഞ്ഞേക്കുന്നത് ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ, ബ്രേക്കപ്പ് ആയി പോകാനുള്ള ഏറ്റവും വലിയ കാര്യമാണെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുക. ഹോഴ്സ്മെന്റിനെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓടിച്ചു വിടുക. നമ്മുടെ ലൈഫിൽ വേണ്ട. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. നമുക്കിതൊക്കെ തിയറിയൊക്കെ പറയാൻ ഏറ്റവും എളുപ്പമാണ്. പക്ഷെ വെൻ യു ലിവ് ദ റിയൽ ലൈഫ് ദെൻ യു നോ ദാറ്റ് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ വി റിയലി ഹാവ് ടു വർക്ക് അറ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് വർക്ക്. ആൻഡ് ഈ 7 വർണ്ണങ്ങളും നല്ല കളർഫുൾ ആയിട്ടും അതിൻ്റെതായ അർത്ഥം മനസ്സിലാക്കി വിരിയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വളരെ വെരി വെരി ഗുഡ് പ്രസന്റേഷൻ. യു ഡിഡ് ഇറ്റ് റിയലി വെൽ. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. യെസ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നല്ല സൂസൻ മാം പറഞ്ഞ പോലെ വിദ്യയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു. പിന്നെ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്നാണല്ലോ. വായിക്കാനും കൂടെ പഠിക്കണം. എന്തായാലും നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു സർ. അത് കൊള്ളാം കേട്ടോ, നന്നായി. എഴുതാനല്ലേ അറിയൂ, വായിക്കാനും കൂടെ പഠിക്കണം. നല്ലൊരു അഡീഷൻ. അതാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഭയങ്കര അടിപൊളിയാണ്. സ്വന്തം കാര്യം സ്വന്തം കാര്യം വരുമ്പോ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ് ഓൾ ടുഗദർ. ഒരു ഡോക്ടറും സ്വന്തം ചികിത്സിക്കില്ലല്ലോ. പറ്റില്ലല്ലോ, സ്വന്തം ചികിത്സിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു മെന്റൽ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല സാഹചര്യം ഉണ്ടാവുമ്പോ. ഫീഡ്ബാക്ക് ഒക്കെ എല്ലാവരും ഗ്രൂപ്പിലിടത്തെ ഉള്ളായിരിക്കാം. നമ്മുടെ അഡ്മിൻ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അഡ്മിൻ താങ്ക് യു. എല്ലാരും പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നുണ്ടല്ലേ? അതാ. താങ്ക് യു സോ മച്ച് സർ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല റിലേഷൻഷിപ്പ്, മനോഹരമായ പ്രണയം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രണയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലേ? അതെ, നഷ്ടപ്പെടുമ്പോ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതെ, യു റിയലി ഹാവ് ടു വർക്ക് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടുഗദർ. ഇത് ഇടയ്ക്കിടയ്ക്ക് പോകും, നമ്മൾ തിരിച്ചു പിടിക്കണം. അതെ, പോകുമ്പോ പോയ വഴിക്ക് അങ്ങ് വിട്ടിട്ട് പോവാതെ തിരിച്ചു പിടിക്കുക. കാരണം പ്രശ്നമില്ലാത്ത ദാമ്പത്യം ഒന്നും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഇത് നമ്മള് മനഃപൂർവ്വം നമ്മൾ ശ്രമിച്ചു തന്നെ തീരണം. അവിടെ പ്രശ്നമുണ്ട്, ഒരാള് അതിനൊരു എന്താ പറയാ മുൻകൈ എടുക്കുക എന്നുള്ളത് മാത്രമേ അവിടെ രക്ഷയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല.
എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസനീയമായ ഒരു മൂന്നാമത്തെ ആളെ സമീപിക്കുക എന്നതാണ്. അതെ, കാരണം ഇവിടെ ആര് ജയിക്കുക എന്നുള്ളതല്ലല്ലോ, അല്ല അല്ല മനഃപരമായിട്ട് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക എന്നുള്ളതാണ് അടുത്ത അതെ ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും. അതെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ബ്രിങ് ഇറ്റ് ബാക്ക് ടുഗദർ. സാറിന്റെ നിശ്ചയം ഇതാണല്ലേ, ഫാമിലി ആൻഡ് കപ്പിൾ, അതാണല്ലേ എന്തോ നിശ്ചയം? യെസ്, അതെ അതാണ് അതെ നിശ്ചയ. നിശ്ചയ ഫാമിലി ആൻഡ് കപ്പിൾ. ഞങ്ങൾ രണ്ടുപേരും ഒരേ നിഷ്ഠകാരാണ്. അതാ, ഞങ്ങള് രണ്ടുപേരും അതുകാരാ. സെയിം പിഞ്ച. യെസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം Okay. നേർന്നുകൊണ്ട് മുന്നോട്ട് പോവാം അല്ലേ? അതെ അതെ. നല്ല തുടക്കമായിരിക്കട്ടെ ഈ Okay. വീക്കില് എല്ലാ കാര്യങ്ങൾക്കും. മൺഡേ താങ്ക് അല്ലേ? യു. താങ്ക് യു. ഓക്കെ, Okay. താങ്ക് യു. Thank ബൈ you ബൈ. all. Bye. Have a nice day. താങ്ക് യു സർ. താങ്ക് യു.